കാട്ടുകള്ളന്മാർ പിടിക്കപ്പെട്ടു. നിങ്ങൾ എന്താണ് കരുതിയത്? എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാമെന്നോ? ലോക പോലീസാണെന്ന് അഹങ്കരിച്ച് ലോകത്ത് കാട്ടിക്കൂട്ടിയതിനൊക്കെ തന്നെ കനത്ത തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഇതാ അമേരിക്കയിൽ ചിലർക്ക് മാത്രം അറിയുന്ന ആ രഹസ്യം, വർഷങ്ങളോളം അവർ സൂക്ഷിച്ചു വെച്ച ആ സത്യം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. ലോകം നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പി തുടങ്ങിയിരിക്കുന്നു. അന്യഗ്രഹ ജീവികളും പറക്കും തളികകളും അമേരിക്കയിൽ കണ്ടവർ ഞെട്ടുകയാണ്. അന്യഗ്രഹ ജീവികൾ ഭൂമിയെ നിരീക്ഷിക്കാൻ വേണ്ടി അമേരിക്കയിലെ ഭൂമി എന്തിനു തെരഞ്ഞെടുത്തു? കാട്ടുകള്ളന്മാർ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആ വലിയ നുണ നമ്മൾ എല്ലാവരും വിശ്വസിച്ചു. നുണ മാത്രം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത അമേരിക്ക എന്ന കാട്ടുകള്ളന്റെ നുണക്കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് നമ്മുടെ നാട്ടിലും പലരും പാടി നടന്നു. ഒടുവിലിതാ സത്യം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. പിന്നെ ഇത്രയും നുണക്കഥകൾ അവർ എന്തിനു പ്രചരിപ്പിച്ചു? എന്ത് മറയ്ക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ഒരു കഥയുണ്ടാക്കിയെടുത്തത്? നമുക്ക് പരിശോധിക്കാം. ഇന്നും ആധുനിക ലോകത്തിന് പിടിതരാത്ത ഒന്നാണ് പറക്കും തളികകളും അതുപോലെ അന്യഗ്രഹ ജീവികളും. ഇതു സംബന്ധിച്ച് അമേരിക്ക പഠനം നടത്തുന്നുണ്ടെങ്കിലും അമേരിക്കയിൽ ഇവരുടെ താവളമുണ്ടെന്നും അവരവിടെ നിന്ന് ലോകത്തെ നിയന്ത്രിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്യഗ്രഹ ജീവികളെ കുറിച്ച് ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന് നാസയും അമേരിക്കൻ ഭരണകൂടവും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ തിരിച്ചറിയപ്പെടാത്ത പറക്കുന്ന വസ്തുക്കളെ, അതായത് UFOകളെ കുറിച്ച് അമേരിക്കൻ സൈന്യം പൊതുജനങ്ങളെ പതിറ്റാണ്ടുകളായി തെറ്റിദ്ധരിപ്പിച്ചു എന്ന വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. UFOകളുടെ, അതായത് ഔപചാരികമായി തിരിച്ചറിയപ്പെടാത്ത അസാധാരണമായ പ്രതിഭാസങ്ങൾക്കാണ് അങ്ങനെ പറയുന്നത്. ഈ വിഷയം സമീപ വർഷങ്ങളിൽ വലിയ താല്പര്യം ജനിപ്പിച്ച സമയത്താണ് ഈ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. യഥാർത്ഥ അതീവ രഹസ്യ പദ്ധതികൾ മറച്ചുവെക്കുന്നതിനായി UFOകളെ കുറിച്ചുള്ള കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നതിലൂടെ അമേരിക്കൻ സൈന്യം പൊതുജനങ്ങളെയും ഓഫീസർമാർ ഉൾപ്പെടെയുള്ള സ്വന്തം ഉദ്യോഗസ്ഥരെയും തെറ്റിദ്ധരിപ്പിച്ചതായി അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ DOD, അതായത് ഓൾ ഡൊമൈൻ അനോമലി റെസൊല്യൂഷൻ ഓഫീസ് കണ്ടെത്തിയതായി വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് തുറന്നു കാട്ടുന്നു. അമേരിക്കയിലെ ഏരിയ 51 എന്ന സ്ഥലം ഇത്തരം പൊടിപ്പും തൊങ്ങലും വെച്ച കഥകൾക്ക് പേര് കേട്ട ഇടം കൂടിയാണ്. ഹെക്ടറുകളോളം പരന്നു കിടക്കുന്ന ഈ രഹസ്യ കേന്ദ്രം ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളുടെ പട്ടികയിലേക്ക് കയറിപ്പറ്റിയതും ഈ കാരണം ഒന്നുകൊണ്ട് തന്നെ. സഞ്ചാരികൾക്ക് പ്രവേശനമില്ലാത്ത പ്രദേശം, അമേരിക്കയുടെ അതീവ സുരക്ഷാ എയർഫോഴ്സ് ബേസ് എന്നാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഏരിയ 51-നുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പുറം ലോകത്തിന് ഇതുവരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും അന്യഗ്രഹ ജീവികളെ കുറിച്ച് ഗവേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിനുള്ളിൽ നടക്കുന്നതെന്നാണ് ലോകം സംശയിച്ചത്. അതുകൊണ്ട് തന്നെ ഏരിയ 51-നെ കുറിച്ചുള്ള കെട്ടുകഥകൾക്ക് ഒരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല. അമേരിക്കയിലെ വടക്ക് പടിഞ്ഞാറൻ ലാസ് വേഗസിൽ നിന്ന് ഏകദേശം 120 മൈൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നൊവാഡയിൽ ഹെക്ടറുകളോളം പരന്നു കിടക്കുന്ന സ്ഥലത്താണ് ഏരിയ 51 പ്രവർത്തിക്കുന്നത്. നെവാഡയിലെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹൈവേയിൽ 29 മുതൽ 30 മൈൽ മാർക്കുകൾക്കിടയിലാണ് ഏരിയ 51ലേക്കുള്ള മൺവഴിയുള്ളത്. സമീപത്തെ ഗ്രൂം തടാകത്തിലേക്കോ ചെറു വിമാനത്താവളത്തിലേക്കോ നയിക്കുന്ന വഴിയായാണ് സിവിൽ ഏവിയേഷൻ ഭൂപടത്തിൽ പോലും ഇതിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ വഴി യഥാർത്ഥത്തിൽ ചെന്നെത്തുന്നത് ഏരിയ 51 എന്ന ഔദ്യോഗിക പേരിൽ അറിയപ്പെടുന്ന അതീവ സുരക്ഷാ കേന്ദ്രത്തിലേക്കാണ്. പാരഡൈസ് റാഞ്ച്, വാട്ടർ ഡൗൺ, ഡ്രീം ലാൻഡ് റിസോർട്ട്, റെഡ് സ്ക്വയർ, ദ ബോക്സ് ആൻഡ് ദ റാഞ്ച്, നെവാഡ ടെസ്റ്റ് ആൻഡ് ട്രെയിനിങ് റേഞ്ച്, ഡിറ്റാച്ച്മെന്റ് 3, എയർപോർട്ട് ഫ്ലൈറ്റ് ടെസ്റ്റ് സെന്റർ തുടങ്ങിയ നിരവധി പേരുകളിലും ഈ സ്ഥലം തന്നെ അറിയപ്പെടുന്നുണ്ട്. ബേസ് പ്രവർത്തിക്കുന്നത് ചെറിയ സ്ഥലത്താണെങ്കിലും ചുറ്റുമുള്ള 36,000 ഹെക്ടർ ചുറ്റളവ് സ്ഥലത്തേക്ക് പോലും ആർക്കും പ്രവേശനമില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപ് ഇവിടെയുള്ള തടാകത്തിൽ നിന്ന് വെള്ളി, ഈയം തുടങ്ങിയ ഖനനം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. യുദ്ധം ആരംഭിച്ചതോടെ സൈന്യം ഈ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇവിടെ ഗവേഷണം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ആണവായുധങ്ങളുടെയും മറ്റ് ആയുധങ്ങളുടെയും പരീക്ഷണമാണ് പ്രധാനമായും ഇവിടെ നടന്നിരുന്നത്. ശീതയുദ്ധകാലത്ത് ഏരിയ 51 എന്ന രഹസ്യ കേന്ദ്രം രൂപപ്പെട്ടു വരുന്നത്. രഹസ്യാന്വേഷണ വിമാനങ്ങൾക്ക് രൂപം നൽകാനും നിർമ്മിക്കാനും പരീക്ഷിക്കാനുമായി പ്രത്യേക സ്ഥലം വേണമെന്നുള്ള ആലോചന അന്നത്തെ CIA ഡയറക്ടറായ റിച്ചാർഡ് ബിസലാണ് മുന്നോട്ട് വെച്ചത്. 1955-ൽ ബിസലും എയർക്രാഫ്റ്റ് ഡിസൈനറായ കെല്ലി ജോൺസണും ചേർന്ന് ഗ്രൂമിലേക്ക് ഉൾപ്പെട്ട പ്രദേശത്തെ ഇതിനായി തെരഞ്ഞെടുക്കുന്നു. തുടർന്ന് ആറ്റോമിക് എനർജി കമ്മീഷൻ ഈ സ്ഥലത്തെ നെവാഡ ടെസ്റ്റ് സെന്ററിന്റെ മാപ്പിലേക്ക് ചേർക്കുകയും 1950-കൾ മുതൽ തന്നെ ഏരിയ 51-നെ കുറിച്ച് നിറം പിടിപ്പിച്ച ഒരുപാട് കഥകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അന്യഗ്രഹ പേടകങ്ങളെ കുറിച്ചും അന്യഗ്രഹ ജീവികളെ കുറിച്ചുമുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഏരിയ 51-ൽ ജോലി ചെയ്തിരുന്ന റോബർട്ട് ലാസർ എന്നയാൾ ലാസ് വേഗസിലെ ഒരു ന്യൂസ് സെന്ററിന് നൽകിയ അഭിമുഖത്തിലാണ് ആ പ്രദേശത്തിന് ഇത്രത്തോളം നിഗൂഢ പരിവേഷം നൽകപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്.
ഏരിയ 51-ൽ അന്യഗ്രഹ പേടകങ്ങൾ ഉണ്ടെന്നും അതിൽ ഗവേഷണം നടത്തി സൈന്യത്തിന് വേണ്ടി സമാനമായ സാങ്കേതിക വിദ്യ പുനർനിർമ്മിക്കുകയാണ് തന്റെ ജോലി എന്നുമാണ് റോബർട്ട് ലാസർ അഭിമുഖത്തിൽ പറഞ്ഞത്. ഇതോടെ ഏരിയ 51-ന് മുകളിൽ ആകാശത്ത് രാത്രികാലങ്ങളിൽ വിചിത്രമായ വസ്തുക്കൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും അവ പറക്കും തളികകളാണെന്നുമുള്ള പ്രചാരണങ്ങൾ സമീപവാസികൾക്കിടയിലും അതുപോലെ അമേരിക്കയിലും പിന്നാലെ ലോകത്തും ശക്തമായി. എന്നാൽ ലാസറിന്റെ അവകാശവാദങ്ങൾക്ക് അല്പായുസേ ഉണ്ടായിരുന്നുള്ളൂ. അഭിമുഖത്തിൽ അവകാശപ്പെട്ട വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും ലാസറിന് ഉണ്ടായിരുന്നില്ലെന്ന് രേഖകളിൽ നിന്ന് വ്യക്തമായി. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചിട്ടുണ്ടെന്നായിരുന്നു ലാസർ എന്ന് പറഞ്ഞിരുന്നത്. അതിനിടെ ഏരിയ 51-ൽ അന്യഗ്രഹ പേടകങ്ങളെ കുറിച്ചല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്നെത്തിച്ച അത്യാധുനിക സാങ്കേതിക വിദ്യ സ്വീകരിച്ച വിമാനങ്ങളെക്കുറിച്ച് പഠിക്കുകയും വികസിപ്പിക്കുകയുമാണ് നടക്കുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഏരിയ 51-ന് മുകളിൽ 3000-ഓളം A-12 വിമാനങ്ങൾ ഉൾപ്പെടെ നിരവധി അത്യാധുനിക വിമാനങ്ങൾ പറക്കുന്നതായി എയർ സ്പേസ് കൺട്രോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ ചില പറക്കും വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇവ അന്യഗ്രഹ പേടകങ്ങളാണെന്ന ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു ഈ റിപ്പോർട്ടുകൾ. ടൈറ്റാനിയം ഉപയോഗിച്ചാണ് ഈ പറക്കും വസ്തു നിർമ്മിച്ചിരിക്കുന്നത്. തോക്കിന്റെ ബുള്ളറ്റ് സഞ്ചരിക്കുന്നത്രയും വേഗത്തിലാണ് ഇത് പോകുന്നതും. അവ സൂര്യന്റെ രശ്മികളെ അതിശക്തമായി പ്രതിഫലിപ്പിക്കും. ആകൃതിയിലും മാറ്റമുണ്ട് എന്നാണ് ഏരിയ 51-നെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ മാധ്യമപ്രവർത്തകനായ ആനി ജേക്കബ്സൺ എഴുതിയിട്ടുള്ളത്. പറക്കുന്ന വസ്തുവിനെ നേരിട്ട് കണ്ടുവെന്ന അവകാശവാദം ഉന്നയിച്ചവരുമായി സംസാരിച്ചാണ് ആനി ഏരിയ 51 എന്ന പുസ്തകം എഴുതിയത് പോലും. അതേസമയം ലോകമെമ്പാടും ചർച്ചകൾ പലവിധത്തിൽ പുറത്തു വന്നിട്ടും ഏരിയ 51-നെ കുറിച്ച് അമേരിക്ക ഒരു പ്രതികരണവും നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. വർഷങ്ങളോളം അതീവ രഹസ്യമായി അവർ ഏരിയ 51-നെ സൂക്ഷിച്ചു വെച്ചു. ഏരിയ 51-നെ കുറിച്ച് പലവിധ കഥകളും അഭ്യൂഹങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും US ഭരണകൂടം ഒരിക്കലും അതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല. ഈ പ്രദേശത്തെക്കുറിച്ച് ആദ്യമായി ഒരു ഔദ്യോഗിക വിശദീകരണം പുറത്തിറങ്ങിയത് 2013-ലാണ്. ഇവിടെ നിന്നുള്ള U-2, A-12 എന്നീ വിമാനങ്ങളുടെ വികസനത്തെക്കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു US രഹസ്യാന്വേഷണ വിഭാഗമായ CIA കൈമാറിയതോടെ ഏരിയ 51 എന്ന സ്ഥലം നിലവിലുണ്ടെന്ന് US സർക്കാർ ഔദ്യോഗികമായി അംഗീകരിക്കുകയാണ്. അന്ന് US പ്രസിഡന്റായിരുന്ന ബരാക് ഒബാമ ഇക്കാര്യം പരസ്യമായി സ്ഥിരീകരിച്ചു. അതിനു മുൻപ് വരെ ഒരു ഭരണാധികാരിയും ഏരിയ 51-നെ കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായിട്ട് പോലുമില്ല. സമീപ വർഷങ്ങളിൽ ഏരിയ 51 സൈനിക താവളങ്ങളെക്കുറിച്ചുള്ള കഥകൾ, അമേരിക്കൻ സൈനിക പൈലറ്റുമാർ കണ്ട ഭ്രമണപഥം പോലുള്ള UFOകളുടെ കഥ, സൈനിക താവളങ്ങൾക്ക് ചുറ്റുമുള്ള നിഗൂഢമായ കാഴ്ചകൾ തുടങ്ങി നിരവധി UFO കഥകൾ വ്യാപകമായി ശ്രദ്ധ നേടിയിട്ടുണ്ട്. UFOയുമായി ബന്ധപ്പെട്ട് സത്യം പൊതുജനങ്ങളിൽ നിന്നും സർക്കാരിൽ നിന്ന് പോലും മറച്ചുവെക്കുന്നതായി തീവ്ര വലതുപക്ഷ റിപ്പബ്ലിക്കൻ ആരോപണം ഇപ്പോൾ ശരിയാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. 1980-കളിൽ ഒരു അമേരിക്കൻ എയർഫോഴ്സ് കേണൽ പറക്കം തളികകൾ എന്ന് വിളിക്കപ്പെടുന്നവയുടെ ഫോട്ടോകൾ ഏരിയ 51 ബേസിനടുത്തുള്ള ഒരു പമ്പ് ഉടമയ്ക്ക് നൽകുകയും അയാൾ അത് പമ്പിൽ സ്ഥാപിക്കുകയും ചെയ്തു. അത് ഏരിയ 51-ൽ അന്യഗ്രഹ UFOകളെ കുറിച്ചുള്ള ഒരു ഐതിഹ്യത്തിന് വികാസം നൽകുന്നു. വാസ്തവത്തിൽ അമേരിക്കൻ സർക്കാർ അതീവ രഹസ്യമായ യുദ്ധവിമാനങ്ങളായ ഏരിയ 51-ൽ വികസിപ്പിച്ചിട്ടുണ്ടെന്ന വസ്തുത മറച്ചുവെക്കാൻ, അന്യഗ്രഹ UFOകളെ കുറിച്ചുള്ള ഒരു മിത്ത് സൃഷ്ടിക്കാൻ മനഃപൂർവ്വം നട്ടുപിടിച്ചതാണ് ഈ വ്യാജ ഫോട്ടോഗ്രാഫുകൾ എന്നാണ് വാൾ സ്ട്രീറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ആ പ്രദേശത്ത് ആരെങ്കിലും അപരിചിതമായ ഒരു വിമാനം കാണുമ്പോഴെല്ലാം അതൊരു അന്യഗ്രഹ വിമാനമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു പോന്നു. ഇതാണ് അവിടെ നടന്നത്. വാസ്തവത്തിൽ അപരിചിതമായ അന്യഗ്രഹ UFOകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റെൽത്ത് ഫൈറ്ററുകളായിരുന്നുവെന്നും വാൾ സ്ട്രീറ്റ് റിപ്പോർട്ട് പറയുന്നു. അന്യഗ്രഹ ജീവികൾ ഉൾപ്പെടുന്ന പദ്ധതികളുടെ ഭാഗമാണെന്ന് നിരവധി സൈനികരോടും ഉദ്യോഗസ്ഥരോടും പറഞ്ഞതായും അവരെ കൊണ്ട് വെളിപ്പെടുത്തൽ കരാറുകളിൽ അതായത് NDA ഒപ്പിടാൻ നിർബന്ധിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. അതായത് ഇത്ര നാളും അമേരിക്ക നമ്മളോട് പറഞ്ഞത്, ലോകത്തിനോട് മുഴുവൻ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അമേരിക്കയുടെ കള്ളം പൊളിഞ്ഞു കഴിഞ്ഞു. ഇനിയും അവർ എന്തെല്ലാം കള്ളങ്ങളാണ് പറയാനുള്ളത്? അവർ ഉണ്ടാക്കുന്നത് അത്രയും മിലിറ്ററിയാണ്, അവരുണ്ടാക്കുന്നത് അത്രയും ആയുധങ്ങളാണ്. ഇനിയും യുദ്ധക്കൊതിമൂത്ത് അവർ ചെയ്തു കൂട്ടുന്നതൊക്കെ അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.